നമ്മുടെ നാട്ടിലെ ലേഡീസിൻ്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു ഡേറ്റിംഗ് പാറ്റേൺ, അതായത് വളരെ മോശമായിട്ടുള്ളൊരു ഡേറ്റിംഗ് പാറ്റേൺ ആണിത്. നമ്മുടെ സമൂഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ മാത്രം നൽകുന്ന ഒരു പാറ്റേൺ ആണിത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ലേഡീസ് അവർ ചൂസ് ചെയ്യുന്ന പാർട്ട്ണറിൻ്റെ കുഴപ്പങ്ങളാണ്. പുകവലിക്കുന്ന, മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, ഇൻഡിപെൻഡൻ്റ് അല്ലാത്ത, ലവിനു മേലെ ലസ്റ്റിനെ കാണുന്ന ആൾക്കാരെ ചൂസ് ചെയ്യുക. തൊട്ടുമുന്നിൽ മാന്യമായി ജോലി ചെയ്യുന്ന ഒരു കുടുംബം പോറ്റാൻ ശേഷിയുള്ളൊരു വ്യക്തി ഉണ്ടെങ്കിൽ അവരെ അവോയ്ഡ് ചെയ്യുക. പകരം കാന്താരിക്കെന്നും ഏട്ടായിനെ മതി. അപ്പോൾ ഏട്ടായി എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? അതുമില്ല. ലഹരി ഉപയോഗം, മദ്യപാനം, പുകവലി, വളരെ അനാവശ്യമായിട്ടുള്ള ശീലങ്ങളും എന്തിനറിയാം. അതായത് അതൊക്കെ ഉണ്ടെങ്കിലും ലവ് എന്ന് പറയുന്നൊരു വാക്ക് അവർ വിശ്വസിക്കുന്നുണ്ടല്ലോ അവർ. അതുകൊണ്ടാണല്ലോ അവർക്ക് ചാൻസ് കൊടുക്കുന്നത്. പക്ഷേ ആ ലവിൻ്റെ മേലെ ലസ്റ്റിനെ കാണുന്ന, അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അവർ പ്രണയിക്കുന്ന ആ സ്ത്രീകളുടെ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടികളുടെ തന്നെ ദൃശ്യങ്ങൾ പകർത്തി അതിനുവേണ്ടി മാത്രം, ആ ദൃശ്യങ്ങൾ പകർത്തുക എന്ന് പറയുന്ന ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി മാത്രം ആണ് ഈ ലവ് നടിച്ച് അല്ലെങ്കിൽ പ്രണയം നടിച്ച് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ നിറയെ കാണുന്നുണ്ട്. ആത്മഹത്യാ ശ്രമങ്ങൾ കൂടുന്നു, ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയ്ക്ക് ടോക്സിക് ആയിട്ടുള്ള ഈ ഡേറ്റിംഗ് കൾച്ചർ നമ്മുടെ നാട്ടിൽ എങ്ങനെ വന്നു? അതിന് പല രീതിയിൽ നമുക്ക് ഇതിനെ സംസാരിക്കാനായിട്ട് പറ്റും. അതായത് ഇൻഫ്ലുവൻസ് എന്ന് വേണം പറയാൻ പറ്റും, വെസ്റ്റേൺ മീഡിയ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് എന്നും ഒരു ബാഡ് ബോയ് എന്ന് പറയുന്ന രീതിയിലൊരു സ്റ്റീരിയോടൈപ്പിക് അല്ലെങ്കിൽ ബാഡ് ബോയ് എസ്തറ്റിക്സ് മാച്ച് ആകുന്ന ഒരു മെയിൽ ക്യാരക്ടറിനോടായിരിക്കും എപ്പോഴും താല്പര്യം കൂടുതൽ. അതിൻ്റെ മെയിൻ റീസൺ വെസ്റ്റേൺ മീഡിയ തന്നെയാണ്. അപ്പോൾ ഈ ബാഡ് ബോയ് എസ്തറ്റിക്സ് അല്ലെങ്കിൽ ബാഡ് ബോയ് വൈബ് കൊടുക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ലേഡീസ് ആർ മോർ ഇൻ ടു ദം. ഓക്കെ, സോ ദേ ആർ ഗിവിങ് ദ ബാഡ് ബോയ് വൈബ്സ്, ദേ ഡോണ്ട് ഗിവ് എഫ്. സോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ലൈക്ക് ദേ ആർ ആറ്റിറ്റ്യൂഡ് കിങ്സ് അങ്ങനെയൊക്കെ തോന്നിയവർക്ക് ചാൻസ് കൊടുക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കുക, വാട്ട് ഡു റിയലി വാണ്ട്? ഓക്കെ, ഇഫ് നിങ്ങൾക്ക് ലസ്റ്റ് ആണ് വേണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗിവ് ദം എ ചാൻസ്. ബട്ട് ഇതേ ആളുകൾ തന്നെ പറയും, ഞാൻ അവനെ പ്രണയിച്ചു, ഐ ഗേവ് ഹിം ട്രൂ ലവ്, ഐ ഗേവ് ഹിം എ ചാൻസ്, ഐ ഗേവ് ഹിം എവറിത്തിങ് ആൻഡ് ഹി ബിട്രേഡ് മീ. ബ്രോ ഓർ സിസ്, യു കാൺട്ട്. ഓക്കെ, ദാറ്റ്സ് നോട്ട് ഹൗ ഇറ്റ്സ് വർക്ക്. ഓക്കെ, വെൻ യു ചൂസ് യുവർ പാർട്ട്ണർ, ചൂസ് ചെയ്യാൻ അർഹതയുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുക. അതായത് ആ ഒരു ബോക്സിൻ്റെ അപ്പുറത്ത് ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്ക് ചെയ്തിട്ട് പണിക്കും പോകാതെ പഠിക്കാതെ നടക്കുന്ന ഒരുത്തിന്, അല്ലെങ്കിൽ ജോലിയും കൂടിയില്ലാത്ത ഒരുത്തിന്, ലഹരി ഉപയോഗിക്കുന്ന ഒരുത്തിന് ചാൻസ് കൊടുത്തിട്ട് അവൻ നിങ്ങളെ ഊംഫിച്ചിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും കരഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ നാട്ടിൽ കാണുന്ന ഈ സംഭവമാണ്, ഈ ഒരു വളരെ ഡർട്ടി ആയിട്ടുള്ള ഡേറ്റിംഗ് കൾച്ചറാണ് കാണുന്നത്. ഓർക്കുക, നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തുള്ള ഒരുപാട് ചേട്ടാന്മാരെ നമുക്കറിയാം, മാന്യമായി തൊഴിൽ ചെയ്ത് നല്ല രീതിക്ക് കുടുംബം നോക്കാനുള്ള എല്ലാ കേപ്പബിലിറ്റിയും ഉണ്ട്, പക്ഷെ അവർക്ക് വേണ്ടില്ല. അതേ സ്ഥാനത്ത് അവരെക്കാളും പ്രായം കുറഞ്ഞു, പണിക്കും പോകാത്ത, ലഹരി പഠിച്ച് വീട്ടിൽ വലമുണ്ടാക്കി, ഒരു അരഗതിയും പരഗതിയും ഇല്ലെങ്കിലും അവൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്നൊരു ആഗ്രഹം ഇല്ലെങ്കിലും അവന് സ്വന്തമായിട്ടുള്ള രീതിയിലൊന്നും ഇമ്പ്രൂവ് ആകണമെന്നൊരു മൈൻഡില്ലെങ്കിലും അവന് പെണ്ണുണ്ട്. അത് മുന്നോട്ട് കൊണ്ടുവരുന്നൊരു വളരെ ഭയാനകമായിട്ടുള്ള ഡേറ്റിംഗ് കൾച്ചറാണ് നമ്മുടേത്. അപ്പോൾ ഈ ഒരു ഡേറ്റിംഗ് കൾച്ചറിൻ്റെ അണ്ടറിൽ പെട്ടുപോകാതെ നമ്മുടെ യുവതലമുറ വളർന്നു വരണം. എങ്കിലുള്ള നമുക്ക് സേഫായിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ നെക്സ്റ്റ് ജനറേഷൻ കിട്ടത്തുള്ളൂ. കറണ്ട്ലി നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഔട്ട് ഓഫ് കൺട്രോളാണ്. അതായത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നമുക്കില്ല, നമുക്കൊരു പ്രോപ്പർ നെക്സ്റ്റ് ജനറേഷൻ ഇല്ല. എവ്രിബഡി ഈസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രഗ്സ്. ഒരു 70%, മോർ ദാൻ 70-80%, മോർ ദാൻ 80% ഓഫ് യങ്സ്റ്റേഴ്സ് ഓഫ് കേരള ദേ ആർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓൾ കൈൻഡ് ഓഫ് ഡ്രഗ്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ തന്നെ ഈ ഡേറ്റിംഗ് കൾച്ചറിലും ടോക്സിസിറ്റി വന്ന് നിറഞ്ഞ് ടോക്സിസിറ്റിയെ ആരാധനയോടെ കണ്ടു നടക്കുന്ന പെൺകുട്ടികളൊക്കെ ഇത് കേൾക്കുവാണെങ്കിൽ സഹോദരിമാരെ ഒന്ന് ഓർക്കുക, ലവിന് മേലെ ലസ്റ്റിനെ കാണുന്ന ഏതവനെ കണ്ടാലും കരണത്തുറന്ന് കൊടുത്തിട്ട് അവിടെ നിന്ന് വിട്ടുമാറി നിൽക്കുക. ഇനിയിപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ചൂസ്, പക്ഷെ കരയാതിരിക്കുക അതിന് ശേഷം. ഓക്കെ, ഇറ്റ്സ് യുവർ ചോയ്സ്.